അസ്സാം വലൈക്കും. നൗഷിദ കോഴിക്കോട്, നമുക്ക് പരിചയപ്പെടാം. നൗഷിദയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. നൗഷിദയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഈ ഒരു വീഡിയോ മെയിൻ ചെയ്യാൻ കാരണം ഒരുപാട് ആൾക്കാർക്കൊരു ചെറിയൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ഈ അലർജി എന്നാൽ എന്താണ്, അതിനെക്കുറിച്ച് അത് സംബന്ധമായി എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരാളിനുണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. നൗഷിദ തന്നെ പറഞ്ഞു. എത്ര വർഷമായി അലർജി തുമ്മലായിട്ട്? മുകളിലായി. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ചെവി ചൊറിയ, അണ്ണാക്ക് ചൊറിയ, കണ്ണ് ചൊറിയ, സൈനസിന്റെ വേദന, വായ ഫുള്ള് ഒരു പഴുപ്പ് നിറഞ്ഞ പോലെ, തലവേദന ഉണ്ട്. പിന്നെ തൊണ്ടയിലൊക്കെ വീക്കം കാണുന്നുണ്ട്. ഇവിടെ എന്തോ വീങ്ങിയുണ്ട്. നല്ല നീർക്കെട്ടുണ്ട്. ടോൺസിൽസിന്റെ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞിട്ട്, അതായത് പ്രതിരോധ ശക്തി തന്നെ ഇപ്പം കാണുന്നില്ല. രക്തക്കുറവ് നല്ലോണം കാണുന്നുണ്ട്. അലർജിക്കാർക്ക് മെയിനായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളാണ് ഈ പ്രശ്നമൊക്കെ. ഈ അലർജി സംബന്ധമായ ആൾക്കാരുടെ പ്രശ്നങ്ങളാണ്. അലർജി വരുമ്പോൾ നമ്മളെന്താക്കും, കണ്ണ് വേദന എന്ന് പറയുമ്പോൾ കണ്ണ് ഡോക്ടറെ കാണിക്കും. ചെവി എന്ന് പറയുമ്പോൾ ചെവി ഡോക്ടറെ ഇന്ത്യയിൽ പോയി കാണിച്ച് അത് നോക്കും. തൊണ്ടയ്ക്കുള്ള പ്രശ്നത്തിന് തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്യുക, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പക്ഷേ അതൊന്നും അല്ല ഈ പ്രശ്നത്തിന് കാരണമെന്ന് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 10-20 വീഡിയോ ഞാൻ അതിനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പലരും ഇന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തലയിലെ നീർക്കെട്ടുകൊണ്ടാണ്. അത് ഒന്ന് അസമയത്തൊക്കെ ഉള്ള വൈകുന്നേരത്തെ കുളികൾ, നമ്മൾ യാത്ര കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുള്ള കുളികൾ നമുക്ക് ഇതിനായിട്ട് ബാധിക്കും. ഉച്ചയ്ക്ക് ശേഷം മാക്സിമം നിങ്ങൾ തല കുളിക്കാതിരിക്കുക. ഈ അലർജി ഉള്ളവരായാലും ഇല്ലാത്ത കുട്ടികളായാലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഉച്ചയ്ക്ക് ശേഷം നിർബന്ധമായിട്ട് നിങ്ങൾ തല കുളിക്കരുത്. അഥവാ കുളിച്ചെങ്കിൽ നന്നായിട്ട് തല ഉണക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് ഉണക്കി ചിവയിലൊക്കെ കുളിച്ച് റെഡിയാക്കാൻ ശ്രമിക്കുക. അതുപോലെ യാത്ര കഴിഞ്ഞ് വന്നിട്ടൊക്കെ ഉള്ള കുളികൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. പാതിരാത്രിയൊക്കെയുള്ള കുളികളും നമ്മൾ ആ സമയത്ത് തല കുളിക്കുന്ന നമ്മൾ ഒഴിവാക്കുക. മേലെ കുളിക്കുക, നമുക്ക് ഏത് സമയത്താലും പ്രശ്നമില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. തലയിലെ നീർക്കെട്ട് വരുന്നത് ആ ഒരു കുളി വരുന്നുണ്ട്. പിന്നെ തലയിൽ നമ്മൾ തുണിയൊക്കെ ഇട്ട് പൊഞ്ഞ് കെട്ടി വെക്കുക. സ്ട്രെസ് തന്നെയാണ്, യാത്രയുടെ ക്ഷീണങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ എന്തായാലും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ ആ നീർക്കെട്ടിനുള്ളൊരു മരുന്നുണ്ടാവും. അതുപോലെ മൂക്കിൽ ദശ, അതിനുള്ളൊരു പ്രശ്നം മരുന്നുണ്ടാവും. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുന്ന 1-2 മരുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. പിന്നെ ഈ കഫക്കെട്ട് പോകാനുള്ളൊരു മരുന്ന്. അങ്ങനെ ഒരു 5 മരുന്നാണ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാവുക. അതിന് വലിയ ചിലവൊന്നുമില്ല. ഒരു 2500 രൂപയുടെ മരുന്ന് ഒട്ടാകെ ഉണ്ടാവുക. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് അത്രയും എന്ന്. പക്ഷേ അതിൻ്റെ രീതി അതിലും വലുതാണ്. അതിൽ ഒരു എണ്ണ തന്നെ തലയിൽ തേക്കുന്ന എണ്ണയിൽ തന്നെ ഒരു 11 തൊട്ടം സാധനം ഉണ്ടാവും. അതിനകത്ത് നമ്മൾ ചേർത്തിട്ട് ഞാൻ തന്നെ കാച്ചിയെടുക്കുന്ന സാധനങ്ങളാണ്. അത് മനസ്സിലാക്കി തരുന്നതാണ്. നീർക്കെട്ടിനുള്ള മരുന്നാണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയാണ്. ആ ഫാൻ ഓൺ ആയിക്കോളെ. ഇന്ന് ഡേറ്റ് 21 അല്ലേ? 21/4/2025 നമ്മൾ ഇന്ന് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയാണ്. നമുക്ക് നൗഷിയുടെ പ്രശ്നം എത്ര പെട്ടെന്ന് പരിഹരിച്ചു എന്ന് നോക്കാം. എത്ര ദിവസം കൊണ്ട് മാറിയെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരുപാട് മരുന്നൊന്നും ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. മരുന്നെന്ന് പറഞ്ഞുകൂടാ, നമ്മളത് മരുന്നെല്ലാം ഫുഡാണ്. ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗർഭിണിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. വയസ്സായ കിടക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾ എല്ലാം, ഏത് ജനിച്ച ആ പ്രായമുള്ള കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ മരുന്നുകളാണ്. മരുന്ന് എന്ന് പറയുമ്പോൾ മരുന്ന് ആയിട്ടല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഫുഡ് സാധനങ്ങളാണ് നമ്മൾ മരുന്നായിട്ട് കൊടുക്കുന്നത്. ആർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ഒരു കാലത്ത് ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. എനിക്ക് മുമ്പിലുണ്ടായൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇതുപോലെ അലർജിയുടെ. അങ്ങനെ ഈ ചികിത്സാ രീതിയിലേക്ക് കടന്നു വരാൻ തന്നെ കാരണം നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ഇത് പാരമ്പര്യ ചികിത്സകളാണ് നമ്മൾ ചെയ്തു വരുന്നത്. ആൾക്കാർക്ക് എപ്പോഴും സംശയമുണ്ട്, യുനാനിയാണോ, അലോപ്പതിയാണോ, ആയുർവേദമാണോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ഉണ്ട്. അതൊന്നുമല്ല, ഇത് പാരമ്പര്യ ചികിത്സകളാണ്. ഞാൻ സ്വന്തം നിർമ്മിക്കുന്ന മരുന്നുകളാണ് നമ്മൾ നിങ്ങളിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് വരാം, നമ്മൾ സമീപിക്കാവുന്നതാണ്. മൈഗ്രെയിനൊക്കെ ഇത് കാരണം വരുന്നതാണ്. ഈ മൂക്കിലെ ദശയൊക്കെ കാരണമാണ് മൈഗ്രെയിൻ തലവേദനയൊക്കെ വരുന്നത്. അതിന് പോയി തലവേദനയ്ക്കുള്ള മരുന്നല്ല എടുക്കേണ്ടത്. അത് എന്താണ് കാരണം അറിഞ്ഞിട്ട് നിങ്ങൾ ചികിത്സിക്കുക. കാരണങ്ങളാണ് നമ്മൾ മാറ്റേണ്ടത്, അല്ലാതെ രോഗമല്ല മാറ്റേണ്ടത്. രോഗം മാറണമെങ്കിൽ ഈ കാരണങ്ങൾ മാറണം. ഏത് രോഗം മാറണമെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചികിത്സ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.